എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയറിനെ കുറിച്ചാണ്. അപ്പോൾ വി-ഗാർഡ് ഇൻഡസ്ട്രീസിനെ ഷെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ ഇവിടെ ഈ കാണുന്നതാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഇതിനു മുമ്പ് ചെയ്ത, അതായത് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് കുതിക്കുമ്പോൾ കാരണങ്ങൾ അറിയാനുള്ളത്. അപ്പോൾ അതിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് കയറാനുള്ള ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ കാര്യങ്ങളും ആ സമയത്ത് 2 ആഴ്ച മുമ്പ് പറഞ്ഞ റേറ്റിനേക്കാളും വളരെയധികം കൂടിയിട്ടുണ്ട് ഇപ്പോൾ റേറ്റ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അത് ബൈ ചെയ്യാനായിട്ട് പറഞ്ഞു എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ സമയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ റേറ്റിനേക്കാളൊക്കെ വളരെയധികം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ റേറ്റ്. അപ്പോൾ ഇപ്പോഴും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇതിൽ വന്നിട്ടുണ്ട് വി-ഗാർഡിന്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ബൈ ചെയ്യാമോ, വീണ്ടും റെഡി ആയിട്ട് നിൽക്കുന്നു ബൈ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് വി-ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു റെസിസ്റ്റൻസ് സോൺ, ദ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ എല്ലാം ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ റേഞ്ച് 325 റേഞ്ച് 325 റേഞ്ച് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വലിയ ലോങ് ക്യാൻഡിൽസ് ഇട്ട് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത്. അപ്പോൾ ഈ 325 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടാവുന്നതാണ്. നല്ല രീതി അത്യാവശ്യം ഒരു ടാർഗറ്റ് വയ്ക്കുക. നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയാണ്. മാനേജ്മെൻറ്റ് നല്ല ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മോശം കമ്പനി അല്ല ഇത്. അപ്പോൾ ലോങ് ടേമിലേക്കൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ചാൽ ഒരു നല്ലൊരു റിട്ടേൺ കിട്ടുന്ന ഒരു ഷെയറാണ്. പക്ഷേ ഇപ്പോൾ സ്വിങ് ആയാലും എന്തിലായാലും നമുക്ക് ഈ റേഞ്ച് കടന്നു കഴിഞ്ഞാൽ 325 കടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിൽ കിട്ടും. പക്ഷെ 325 കടന്നു കഴിഞ്ഞാൽ ഒരു സ്വിങ് ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈം ട്രേഡർ ആണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മൾ എത്രയ്ക്കാണ് ഇത് മേടിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് 10,000-ന് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5,000-ന് മാത്രം ഈ റേഞ്ച് മേടിക്കുക. അതായത് 325 ക്രോസ് ചെയ്യുമ്പോൾ 5,000-ന് മാത്രം മേടിക്കുക. ബാക്കിയുള്ള റേഞ്ച് നമ്മൾ വഴിയെ പറയുന്നതാണ് ബാക്കിയുള്ള എമൗണ്ടിൽ. അപ്പോൾ എത്രയ്ക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുക അതിൻ്റെ പകുതി മാത്രം എൻട്രി ഇവിടെ ചെയ്യാം. പകുതി മാത്രം ഇവിടെ കൃത്യമായ നമുക്ക് ഇവിടെ കാണാനറിയാം. വേണ്ട, ഇതൊരു റെസിസ്റ്റൻസ് സോണായിരുന്നു, അത് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി 300 ലെവൽ. അപ്പോൾ 300-301 ലെവൽ ആണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ആ ലെവൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് പാലിച്ചതിനാണ്. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡേഴ്സ് സംബന്ധിച്ചാണ് പറയുന്നത്. ലോങ് ടേം ട്രേഡേഴ്സിന് അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ റേഞ്ച് മസ്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഈ 2 റേഞ്ചുകൾ. അപ്പോൾ ഇത്രയും നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നോക്കിയാൽ ഇത്രയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വസ്തുതകൾ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ അവിടെ എടുക്കട്ടെ. നമുക്കിവിടെ ഒരു 300 എന്ന് പറയുന്ന നമ്മൾ ആ റേഞ്ചിൽ നമുക്ക് ഒരു ലൈനും കൂടി വരയ്ക്കാം. ഈ റേഞ്ച്, അതായത് അത് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ, ഇവിടെ SL ഏരിയ 300. ഇനി നമ്മൾ പോകാനുള്ളത് വീക്കിലി ചാർട്ട് വ്യൂയിലേക്കാണ് നമ്മൾ പോകാനുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു മൾട്ടി റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ കണ്ടോ, ഒരു മൾട്ടി റെസിസ്റ്റൻസ് ഏരിയയുടെ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ മൾട്ടി റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ് ഒരു വീക്കിലി കാണുന്നത് ഒരു 5-6 വീക്ക് ഇവിടെ ട്രേഡ് ചെയ്തിരുന്നു, കയറാനായിട്ട് സാധിച്ചില്ല. ഇവിടെ നമ്മൾ കണ്ട ഒരു ക്യാൻഡിൽ വന്ന് ട്രേഡ് ചെയ്തു, കയറാൻ സാധിച്ചില്ല. ഇവിടെയും ട്രേഡ് ചെയ്തു, ഇവിടെയും വരാം. ഈ 3 സമയത്തും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അതുകൂടാതെ ഒരു വലിയൊരു ക്യാൻഡിൽ ഇവിടെ വന്നു, വലിയൊരു ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്തു. കുറച്ച് നാളൊരു കൺസോൾട്ടേഷൻ, വീണ്ടും കയറിപ്പോയി. ഈ ക്യാൻഡിൽ, ഈ വലിയൊരു ക്യാൻഡിൽ, നമ്മൾ ഈ കാണിച്ച ഈ ക്യാൻഡിൽ വിത്ത് വോളിയം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, വിത്ത് നല്ല വോളിയത്തോടു കൂടിയുണ്ട്. അതിനുശേഷം നമുക്ക് കാണേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ
ഈ ക്യാൻഡിൽ ഈ വലിയൊരു ക്യാൻഡിലുണ്ടല്ലോ അതിൻ്റെ ഹൈയിലോ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈ, ഒരു 335. പിന്നെ നമുക്ക് അതിൻ്റെ ലോയും മാർക്ക് ചെയ്തോ. ഇവിടെയാണ് അതിൻ്റെ ലോ, അതായത് നമ്മൾ 280 ഈ റെസിസ്റ്റൻസ് ഏരിയയാണ് ഇതിൻ്റെ ലോ ആയിട്ട് വന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ കാണേണ്ട വസ്തുത എന്ന് വെച്ചാൽ ഇവിടെ ഈ 280 എന്ന് പറയുന്ന ഇതൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ റെസിസ്റ്റൻസ് ഇപ്പോൾ അത് സപ്പോർട്ടായിട്ട് മാറി. മുന്നത്തെ റെസിസ്റ്റൻസ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് മാറി. അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് മനസ്സിലായി? ഈ ഏരിയ വേണ്ട, ഈ ഏരിയ സപ്പോർട്ടാണ്. ഇത് വീക്കിലി ചാർട്ടാണ് നോക്കുന്നത്, വീക്കിലി ചാർട്ട് വ്യൂട് നോക്കുന്നത്, ഒരിക്കലും ഇൻട്രാഡേ അല്ല. അപ്പോൾ ഇനി നമ്മൾ ആദ്യം പറഞ്ഞു 325 326 ക്ലോസ് ചെയ്യുമ്പോൾ പകുതി ഷെയർ മേടിക്കാൻ മതി എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ 10,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 5,000 രൂപയ്ക്ക് മേടിക്കാം, 320. ബാക്കിയുള്ള ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുക, അത് മേടിക്കരുത്, ഇപ്പോൾ മേടിക്കരുത്. അത് മേടിക്കേണ്ട സമയം എന്തെന്ന് വെച്ചാൽ ഈ റേഞ്ച് ക്രോസ് ചെയ്യുമ്പോൾ മാത്രം, അതായത് ഈ വലിയ ക്യാൻഡിലിൻ്റെ ഹൈ ക്ലോസ് ചെയ്യുമ്പോൾ, അതായത് 335 336 ക്രോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എമൗണ്ടും കൂടി ഇവിടെ മേടിക്കാം. 336 335 മുകളിൽ ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ടും കൂടി ഇവിടെ മേടിച്ചാൽ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഒരിക്കലും മാറുന്നില്ല. അത് തന്നെ നമ്മൾ ഈ പറഞ്ഞ 300 ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇടാം. ഇത് സ്വിംഗ് ട്രേഡേഴ്സിനും മീഡിയം ട്രേഡേഴ്സിനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നമുക്കൊരു 10-20% ഇത് കയറുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നതാണ് ഇതിൽ അഭികാമ്യമുള്ളത്. നല്ല ചാർട്ട് പാറ്റേൺ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഫണ്ടമെൻ്റലൊക്കെ നല്ല അടിപൊളി കമ്പനിയാണ്. പഴയ വീഡിയോയിൽ കുറേ നേരം ചാർട്ട് പാറ്റേൺ, ആ സമയത്ത് വന്ന ചാർട്ട് പാറ്റേണുകളും പിന്നെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഫണ്ടമെൻ്റലായിട്ട്, കാരണം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഫണ്ടമെൻ്റൽ കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ ടെക്നിക്കൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് വ്യൂ. അതായത് നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നമ്മൾ നോക്കി, അതുകൂടാതെ വീക്കിലി ചാർട്ടും കൂടി നോക്കി. അപ്പോൾ രണ്ടിലും 2 എൻട്രി കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് 2 ടൈമായിട്ട് നമ്മൾ ഇത് മേടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.